സ്നേഹത്തോടെ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പൊ മനുഷ്യന്മാര് ഉയർത്താൻ വേണ്ടി ആണ് എല്ലാവരും മനുഷ്യന്മാരെ തടവിയും സോപ്പിട്ടും വെള്ളം മേടിച്ചു കൊടുത്തൊക്കെ നടക്കണത് അല്ലേ? ഞാൻ പണ്ട് കടലോരത്ത് ജോലി ചെയ്യുമ്പോൾ ശനിയാഴ്ച പാട് ഈ ശ്രാങ്കന്മാർ ഈ കടലിലെ വെള്ളമെല്ലാം പോയി വെഞ്ചരിക്കുമായിരുന്നു 10 കൊല്ലത്തോളം. അപ്പോഴേ ഈ ശനിയാഴ്ച ഒരു പരിപാടിയുണ്ട്. ഈ ശ്രാങ്കിൻ്റെ കൂടെ കടലിൽ വെള്ളത്തിൽ പോണവരൊക്കെ നിൽക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ശ്രാങ്ക് സുഖിപ്പിക്കേണ്ടി വരും. എങ്ങനെ? വെള്ളം മേടിച്ച് കൊടുത്ത് സുഖിപ്പിക്കണം. അല്ലെന്ന് എന്താ പറയുക, തിങ്കളാഴ്ച ഒരു വെള്ളത്തിൽ കയറത്തില്ല. പണ്ട് ആൾക്കാർ തിങ്കളാഴ്ച വെള്ളത്തിൽ കയറാൻ ഇരിക്കത്തുള്ളായിരുന്നു. ഇപ്പം ഈ എല്ലാ ആർട്ടിസ്റ്റൻസും ജോലിക്കാരും ഹാങ് ഓവർ കൊണ്ട് തിങ്കളാഴ്ച കയറണില്ല, ചൊവ്വാഴ്ചയും ബുധനാഴ്ചയൊക്കെ കയറണം ആൾക്കാർ. അപ്പം നേരത്തെ അവർ വള്ളത്തിൽ കയറാനും പണിസ്ഥലത്ത് വരാൻ വേണ്ടി കോൺട്രാക്ടർമാർ എന്താ ചെയ്യണത്? അവരെ കുടിപ്പിക്കും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ ഉയർത്തുകയാണ്, കുടിപ്പിച്ചുയർത്തുകയാണ്. എന്താ കാര്യം? അവരെ ഉയർത്തിയില്ലെങ്കിൽ നമ്മുടെ വള്ളത്തിൽ അവർ കയറത്തില്ല, പണിപ്പാട്ടിൽ അവർ വരത്തില്ല, സമയത്ത് പണി തീർക്കത്തില്ല എന്നുള്ളതാണ്. ഉടമ്പടി ജീവിതം നമ്മളും ദൈവവും മാത്രമേ അതിനകത്തുള്ളൂ, വേറെ ഒരാളെ കക്ഷിയല്ല. അതിനകത്ത് മദ്യവും കക്ഷിയല്ല, വേറെ ആൾക്കാരെ സുഖിപ്പിക്കാനും നിൽക്കേണ്ട. നിങ്ങൾ മറ്റുള്ളവരെ ദൈവത്തെക്കാൾ ഉപരി സുഖിപ്പിക്കാൻ നിൽക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ ഉടമ്പടി പിന്നോട്ടടിക്കാൻ തുടങ്ങും. അത് ആ വചനം വായിച്ചേ. 1 പത്രോസ് 5:6 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ. ദൈവത്തിന്റെ കരമെന്നല്ല പറയണത്. എന്താ? ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിലേ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പം എനിക്ക് ദൈവം എന്നെ ഉയർത്തിയാൽ മതി എന്ന തീരുമാനം ആദ്യം എടുക്കണം. മനുഷ്യന്മാരൊക്കെ കാണുന്നവരെല്ലാം നിങ്ങളെ ഉയർത്തണം എന്ന് പറയുമ്പോഴാണ് അവിടെ കാര്യം പിടിക്കേണ്ടി വരണത്. കാണുന്നവരെല്ലാം നിങ്ങളെ ഉയർത്തണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വേറെ ദൈവം അറിയാതെ ഉയർക്കും. അതെങ്ങനെയാണ് സംഭവം? ഞാൻ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രീ വിസ തരാമെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെ ഞായറാഴ്ച കൃപാലയം മുടക്കി അയാളെ കാണാൻ പോകും. തീർന്നില്ല പരിപാടി. എന്താ കാര്യം? അങ്ങേരെ 2 ദിവസമേ നാട്ടിൽ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പോയി കണ്ടില്ലെങ്കിൽ അത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞായറാഴ്ച കുർബാന മുടക്കി അങ്ങനെ കാണാൻ വേണ്ടി കോതമംഗലത്താ, കോട്ടയത്താ, തൃശ്ശൂരാ നിങ്ങൾ പോകും. അപ്പം തന്നെ ഓർക്കുക, അയാളെക്കൊണ്ട് നേടാവുന്ന നേട്ടങ്ങൾ നിങ്ങളെ സ്വയമായിട്ട് നശിപ്പിച്ച് കളയും. എന്താ കാര്യം? ഞായറാഴ്ച കുർബാന മുടക്കിക്കൊണ്ട് വേറെ ഒരു ദൈവത്തെ സൃഷ്ടിച്ചു. ഞാനല്ലാതെ കൽപ്പന എന്താണ്? ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ട്. അപ്പോൾ വേറെ ദൈവമായിപ്പോയി. ഇങ്ങനെ വേറെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ സംഭവങ്ങൾ പലത് വരും. വേറെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് എപ്പോഴും അപര ദൈവങ്ങളെ, അതർ ഗോഡ്സിനെ കുറിച്ച് എപ്പോഴും നമുക്ക് നല്ല വിശ്വാസ മുന്നേറ്റം നടത്താൻ ഉദ്ദേശിക്കുന്നവർ അതർ ഗോഡ്സ്, വേറെ ദൈവത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾക്ക് ഒരു ധാരണ ഉണ്ടാകണം. അതർ ഗോഡിന് നമ്മൾ വെച്ചുപൂജ ഉണ്ടെങ്കിൽ അത് സ്വർണ്ണമാകാം, പള്ളിയാകാം, അത് സ്വർണ്ണമാകാം, പറമ്പാകാം, പാർട്ടിയാകാം, അയൽക്കൂട്ടമാകാം, പാർട്ടി സമ്മേളനമാകാം, ഏരിയ കമ്മിറ്റിയാകാം. ഇങ്ങനെയുള്ള കമ്മിറ്റികളൊക്കെ ഇവരുമായി വെക്കണം. എപ്പോഴാണ്? ഞായറാഴ്ചയാണ് വെക്കണത്. കുർബാനയ്ക്ക് പോണ സമയത്താണ് വെക്കണത് അല്ലേ? അപ്പോൾ ചില കുടിച്ചിപ്പട്ടികൾ ദൈവത്തെ മറന്നുകൊണ്ട് ഓടിപ്പോയി സമ്മേളനത്തിൽ പോയി കുത്തിയിരിക്കും. അപ്പം തന്നെ നിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും.
നീ അതുകൊണ്ട് ഉണ്ടാക്കണ കാര്യങ്ങളെല്ലാം നിൻ്റെ കാലത്ത് തന്നെ മണ്ണടിയണ കാണാൻ നിനക്ക്. ദൈവമായിട്ട് ഡീൽ ഓർ നോട്ട് ഡീലേ പറ്റത്തുള്ളൂ, അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ഡീൽ ഓർ നോട്ട് ഡീൽ. നിങ്ങൾ ഓർക്കണം, ഈ ആഴ്ച പോകണ്ട, അടുത്ത ആഴ്ച പോയാൽ മതിയല്ലോ, ഇനി ഞായറാഴ്ച വരുമല്ലോ. പക്ഷെ പറ്റത്തില്ല. ഡീൽ ഓർ നോട്ട് ഡീൽ. യു കനോട്ട് സ്റ്റെപ്പ് ഇൻ ടു എ റിവർ ടൈസ്. ഒഴുകിപ്പോകുന്ന നദിയിൽ നിനക്ക് 2 പ്രാവശ്യം കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ലെന്ന്. എന്താ കാര്യം? ആ നദി ഒഴുകിപ്പോയി. കഴിഞ്ഞ ഞായറാഴ്ച നിനക്ക് മിസ്സായ ഇറ്റ് ഈസ് മിസ് ഫോർ എവർ. ഒരു ഞായറാഴ്ച നിനക്ക് കുർബാന മിസ്സായാൽ ദാറ്റ് ഈസ് മിസ്ഡ് ഫോർ എവർ. തീർന്നു. ഇനി അത് തിരിച്ചു വരത്തില്ല. നീ ഇങ്ങനെ ഉടായ്പായിട്ട് 2 കുർബാന കണ്ട് കോമ്പൻസേറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുക. അത് നിൻ്റെ തട്ടിപ്പാ, തരികിട പരിപാടിയാണ് സംഭവം. ചില സമയത്ത് ഞായറാഴ്ച ചില വിഷയങ്ങൾ കൊണ്ട് സഭ ചില സ്ഥലത്ത് ശനിയാഴ്ച സന്ധ്യയ്ക്ക് കുർബാന കൂടാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. അത് സ്ഥിരം കലാപരിപാടി ആക്കരുത്. അപ്പോൾ ദൈവത്തിന് അറിയാം കർത്താവിൻ്റെ ദിവസം ശനിയാഴ്ചയാണ്, അല്ല, അത് ഞായറാഴ്ചയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന സാക്ഷ്യങ്ങൾ പറഞ്ഞില്ലേ, നന്ദനയുടെ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാവും. നന്ദന പറഞ്ഞ ഞായറാഴ്ച വരുമ്പോൾ ഞാനും അപ്പനും അമ്മയും അതിന് ചേട്ടനും കൂടി ആങ്ങളെയും കൂടി ഒരുങ്ങി പള്ളിയിൽ പോകും. ഞായറാഴ്ച കർത്താവ് വരുന്ന ദിവസമാണ്. കർത്താവ് നമുക്ക് വേണ്ടി പീഡ അനുഭവിച്ചു, മരിച്ചു, ദൈവപിതാവ് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ നമുക്ക് വേണ്ടി കുർബാന സ്ഥാപിച്ചു. ആ കുർബാനയിലൂടെ അവൻ നമ്മുടെ അടുത്തേക്ക് വരുന്നു. നന്ദന പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. 5 മാസം മാത്രമാണ് ഈ വിശ്വാസത്തിൽ അവൾ വളർന്നത്. അവൾ എന്തുമാത്രം പഠിച്ചിരിക്കുന്നു, ദൈവം അവളെ എന്തുമാത്രം പഠിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ പുതിയ ആൾക്കാരാണ് ഇന്നത്തെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ത്രെട്ടെന്ന് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നീ ദൈവത്തെ മറന്നും ദൈവത്തിൻ്റെ അംഗീകരിക്കുന്നതിന് അത് പോരായ്മയെ കരുതിക്കൊണ്ട് ചത്തദൈവങ്ങളെയും കള്ളദൈവങ്ങളെയും ആരാധിച്ച് നടന്നു. നീ അതിൻ്റെ പിന്നിൽ ദൈവം അല്ലാത്തതിനൊക്കെ ആരാധിച്ചു. സ്വർണം, പറമ്പ്, ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, അതിനെല്ലാം ദൈവത്തെയൊക്കെ പ്രാധാന്യം. ടേക്ക് ദ യു ടേൺ. അവൻ തിരിച്ച് നമ്മളൊരു യു ടേൺ എടുക്കേണ്ടി വരും. എന്താ കാര്യം? ഡീൽ ഓർ നോട്ട് ഡീലാണ്. ഇടയ്ക്കൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, കോമ്പൻസേഷനും ഇല്ല. അതുകൊണ്ട് അനുതാപം എന്ന് പറയുന്നത് സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. ഉടമ്പടി ഒരു പ്രൊഫഷണൽ സ്പിരിച്വാലിറ്റിയാണത്. അതിൻ്റെ അകത്ത് 3 ഘടകങ്ങൾ നമുക്കുണ്ട്. ഇത്രയും ആൾക്കാർ, ആയിരക്കണക്കിന് മനുഷ്യർ ഇതിനകം കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയും വലിയ ജീവിതാനുഭവം നേടിയെങ്കിൽ ഉടമ്പടി എന്തോ ഒരു എക്സ്പെർട്ടൈസേഷനുള്ള സ്ഥലമാണ്. എക്സ്പെർട്ടേഷനുണ്ട്, പ്രൊഫഷണലിസം ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സ്മാർട്ട്നെസ് ഉണ്ട്. കാര്യം എല്ലാ ജനങ്ങൾക്കും, എല്ലാ തരത്തിലും ഫ്രഷ് ഹാൻഡ്സിനും പഴയ ആൾക്കാർക്കും എല്ലാം മരമറിഞ്ഞ് കൊടിയിടാവുന്ന, കൃത്യമായിട്ട് ഷാർപ്പ് ഷൂട്ട് ചെയ്യാവുന്ന, അത്രയും തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അതേ രീതിയിൽ നമുക്ക് ഏണിംഗ് ഉള്ള ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണിത്. നിക്ഷേപത്തിൻ്റെ ഒരു പ്ലാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞ ഉടമ്പടി എന്ന് പറയുന്നത്. അതൊന്ന് വൃത്തിയും വിനയമായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞാൽ മതി. ഉടമ്പടി ഒരു സ്മാർട്ട് സ്പിരിച്വാലിറ്റി, അതുപോലെ ഉടമ്പടി ഒരു അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ അതിൻ്റെ എക്സ്പെർട്ടൈസേഷൻ, അതിൻ്റെ പ്രൊഫഷണലിസം, അതിൻ്റെ സ്മാർട്ട്നെസ്, ഇതെല്ലാം നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് അലിൻ. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 13 2024 അതിനു മുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അപ്പം എൻ്റെ സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് ഞാൻ UK വർക്ക് ചെയ്യണേ. ഞാൻ ഗ്രാജുവേറ്റ് വിസ എടുക്കണ സമയമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തത് എനിക്കൊരു ജോലി വേണം, അത് സ്പോൺസർഷിപ്പുള്ളൊരു ജോലി ആവണം എന്നതായിരുന്നു എൻ്റെ മെയിൻ കാര്യം ആ സമയത്ത്.
അപ്പോൾ എനിക്ക് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ഡിപ്പെൻഡിങ് വിസയൊക്കെ എടുത്ത് കളഞ്ഞു. അവിടെ ഭയങ്കര നിയമങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആക്കി. അപ്പോൾ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനവിടെ ഒരു ഹോമിൽ നൈറ്റ് കെയർ വർക്കറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത്. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. നൈറ്റാണെങ്കിലും ഞാൻ രാവിലെ 5:30 പേഷ്യൻറ്റിന് കെയർ കൊടുക്കണതിന് മുമ്പേ പോയി എൻ്റെ പ്രാർത്ഥനയൊക്കെ തീർത്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഡേറ്റ് വന്നു, ജൂൺ 25. ആ സമയത്ത് എനിക്ക് നൈറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നൈറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി അപ്ലൈ ചെയ്യാനുള്ളൊരു സമയമോ അതിനുള്ളൊരു ഹെൽത്തോ ആരോഗ്യമൊന്നും എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഞാൻ ഉറക്കമായിരുന്നു നൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ ഞാനത് കഴിഞ്ഞ് ജൂൺ 25 എനിക്ക് എൻ്റെ മാനേജർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഡേയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അലിൻ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മാറാം, എനിക്ക് ഓക്കെയാണ്. അതേപോലെ എൻ്റെ മനസ്സിൽ തോന്നിയ ആ ഡേറ്റ് ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ എനിക്ക് അവരെ തൊട്ടടുത്തുള്ളൊരു ഹോമിലേക്ക് മാറാനും അവിടെ ഡേയിൽ എനിക്ക് ഡേ മാത്രം ഷിഫ്റ്റുള്ളൂ, നൈറ്റ് ചെയ്യേണ്ടി വന്നില്ല. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞ് രണ്ടാമത് അതിന് മുമ്പ് എനിക്ക് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലായിട്ടുള്ള NHSൽ എനിക്ക് ജോലി കിട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല, ഭയങ്കര ദൂരെ കൂടുതലായതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കഴിവിലൊക്കെ വിശ്വസിച്ച് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ നല്ല ജോലി വരട്ടെ, ഞാൻ മാസ്റ്റേഴ്സൊക്കെ പഠിച്ചതാണ്, കുറച്ചുകൂടെ നല്ല ജോലി വരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്കൊന്നും അന്ന് ആ ഇൻ്റർവ്യൂ നടന്നത് ഏപ്രിൽ 2024 അത് കഴിഞ്ഞ് എനിക്ക് നവംബർ 2024 ഇടയിൽ എനിക്ക് കുറേ ജോലികൾ ഇൻ്റർവ്യൂസ് വന്നിരുന്നെങ്കിലും എനിക്കൊന്നും ക്രാക്ക് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇൻ്റർവ്യൂസ് എല്ലാം. എല്ലാവിടെ നിന്നും റിജക്ഷൻസാണ് വന്നിരുന്നത്. ഒരു ദിവസം ഞാനൊരു 3-4 അപ്ലൈ ചെയ്ത് എപ്പോഴും റിജക്ഷൻസ് വരുള്ളായിരുന്നു. അങ്ങനെ നവംബറിൽ എനിക്കൊരു ബാൻഡ് 2 ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഗിൽഫോർഡ് NHS ട്രസ്റ്റിൽ എനിക്ക് ജോലി കിട്ടി. ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ എപ്പോഴും ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലവും തേനൊക്കെ ഉപയോഗിച്ച് അവിടെ പ്രാർത്ഥിച്ച് ഉപ്പ് അവിടെ ഇട്ടിട്ടാണ് ഞാൻ പോവാറ്. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി, ഞാൻ ആ ജോലിക്ക് കയറി. പക്ഷെ ആ ജോലി എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതെന്ന് പറയുന്നത് എമർജൻസി ആയതുകൊണ്ട് തന്നെ എപ്പോഴും തിരക്കായിരിക്കും. പിന്നെ അവിടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്നവരും ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് വേറൊരു ജോലി വേണം, എനിക്ക് മാറണം. കാരണം എനിക്ക് ജോലി അപ്ലൈ ചെയ്യാനേ പറ്റുന്ന ഒരു സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് മെയ്യിലും വണക്കമാസത്തിന് അന്ന് എൻ്റെ അമ്മയോടൊന്ന് വണക്കമാസത്തിന് ഇവിടെ പേര് കൊടുത്തു, മെയ് 7 അന്നത്തേക്ക് എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഞാൻ മാസ്റ്റേഴ്സ് പഠിച്ചത് റിലേറ്റഡ് ആയിട്ടായിരുന്നു, ക്യാൻസർ സ്ക്രീനിങ് ഓഫീസർ എന്നായിരുന്നു അതിൻ്റെ പേര്. അങ്ങനെ എനിക്കത് കിട്ടി. അത് അന്ന് പറയുന്നത് ഭയങ്കര വലിയ പോസ്റ്റൊന്നും ആയിരുന്നില്ല, ഇച്ചിരി ഇതുള്ള പോസ്റ്റായിരുന്നു. പക്ഷെ ആ ജോലി എന്ന് പറയുന്നത് എനിക്ക് 9 to 5 വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് സമയം ഉണ്ടായിരുന്നു ജോലി അപ്ലൈ ചെയ്യാൻ, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും എനിക്കത് പറ്റിയൊരു ജോലിയായിരുന്നു. ആ ജോലിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കണത്. അതിനിടയിൽ ഞാനപ്പോൾ എല്ലാ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ആ ജോലിയുടെ സ്ഥലവും പിന്നെ ആ ഒരു എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോണവരുടെ പേരും നമുക്ക് നേരത്തെ കൂടി അവർ മെയിൽ അയച്ചു തരും. അപ്പോൾ അവരുടെ പേരും അവരുടെ പൊസിഷനും അവരുടെ മെയിൽ ID യും എല്ലാം ഞാനിങ്ങനെ എഴുതി അതിൽ കുരിശ് വരയ്ക്കും. കുരിശ് വരച്ച് ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. അത് കഴിഞ്ഞ് അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ആ ജോലിക്ക് കയറി പോയിരിക്കുന്ന സമയത്ത് അതിനു മുമ്പ് ഞാൻ ജനുവരി 2025 ഞാനൊരു രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ പഠിച്ച കോഴ്സ് എന്ന് പറയുന്നത് ഫിസിഷ്യൻ അസിസ്റ്റൻ്റാണ്. അതിന് നമ്മുടെ ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ഇല്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കൊരു രജിസ്ട്രേഷൻ കിട്ടുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ ODP എന്ന് പറഞ്ഞൊരു രജിസ്ട്രേഷന് അപ്ലൈ ചെയ്തു UK എനിക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ നാട്ടിലുള്ള സിലബസും എക്സ്പീരിയൻസും വെച്ച് കൺവേർട്ട് ചെയ്തിട്ട് വേണം അത് എടുക്കാനായിട്ട്. അങ്ങനെ അത് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനുവരി 9 അപ്ലൈ ചെയ്തു. ഫെബ്രുവരി 10 ആയപ്പോൾ അവരെനിക്കൊരു മെയിൽ അയച്ചു ഇങ്ങോട്ടേക്ക്. ഞാൻ സബ്മിറ്റ് ചെയ്തേക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ
ഒരെണ്ണം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാനൊരു ഏജൻസി ത്രൂ ആണ് അപ്ലൈ ചെയ്തത്. അപ്പം ഞാൻ ഏജൻസിക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ലെങ്കിൽ കറക്റ്റായിട്ടാണ് ചെയ്തതാണ്, അത് കുഴപ്പമില്ല. അവർക്ക് അങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് കറക്റ്റായിട്ട് ചെയ്തേക്കണേ എന്ന് പറഞ്ഞൊരു മെയിൽ അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 7 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ എത്തിച്ച് ഞാൻ അവർക്ക് തിരിച്ച് മെയിൽ അയച്ചു, ഞാൻ കറക്റ്റായിട്ടാണ് ചെയ്തേക്കണേ, ഇനി ഇതിൽ നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യണേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു മെയിൽ അയച്ചു. പക്ഷെ അതിനുള്ള റിപ്ലൈ എനിക്ക് വന്നിരുന്നില്ല. ഞാൻ ഫെബ്രുവരിയിൽ അയച്ച മെയിലിനുള്ള റിപ്ലൈ എനിക്ക് വരുന്നത് ജൂലൈയിലാണ്. കാരണം അവർക്ക് അത്രയധികം അപ്ലിക്കേഷൻസ് വരുന്നുണ്ടായിരുന്നു. ജൂലൈ 12-ാം തീയതി ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഞാൻ ഈ അപ്ലൈ ചെയ്താണ് എപ്പോഴും ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത്, എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിനകത്ത് കുരിശ് വരച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് ആ സമയത്ത് അച്ഛൻ പറയണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് പ്രാർത്ഥിച്ചോളൂ ഡെയിലി ബ്രെഡിൽ രാവിലത്തെ. അങ്ങനെ ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാനപ്പോൾ അവർക്ക് ഒന്നും കൂടെ മെയിൽ അയക്കാമെന്ന് പറഞ്ഞ് ഞാൻ മെയിൽ എടുത്തപ്പോൾ ഞാൻ ജൂലൈ 12-ാം തീയതിയാണ് എടുക്കണേ. ജൂലൈ 11-ാം തീയതി ഉച്ചയ്ക്ക് 2:02 എനിക്ക് ഓൾറെഡി ഒരു മെയിൽ വന്ന് ഇങ്ങോട്ട് കിടക്കുകയാണ്. അത് ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് കിടക്കണത്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇങ്ങോട്ട് വന്ന് കിടക്കണ്ട്. എന്ത് പറഞ്ഞേക്കണേന്ന് വെച്ചാൽ അവർ റെഫറൻസ് വെയിറ്റ് ചെയ്യാണ്, ഒരു റെഫറൻസും കൂടെ അവർക്ക് കിട്ടാനുണ്ട്, ബാക്കിയുള്ളത് എല്ലാം അവർക്ക് കിട്ടി. ആ ഒരു റെഫറൻസും കൂടെ കിട്ടുകയാണെങ്കിൽ അവരെനിക്ക് രജിസ്ട്രേഷൻ തരാൻ തയ്യാറാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, കാരണം 8 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ തീരും. ജനുവരിയിൽ അപ്ലൈ ചെയ്തു, ജൂലൈയിൽ അത് കിട്ടുകയെന്ന് പറഞ്ഞാൽ മാധവൻ്റെ അനുഗ്രഹം മാത്രമാണ്, എനിക്കല്ലാണ്ട് ഒന്നും പറയാനില്ല ആ കാര്യത്തിൽ. അത് കഴിഞ്ഞ് എനിക്ക് ആ രജിസ്ട്രേഷൻ കിട്ടിയല്ല, ആ റെഫറൻസ് വെയിറ്റിംഗ് ആയത് ഞാൻ അവിടെ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ അവിടുത്തെ കോഴ്സ് ലീഡറുടെ ആയിരുന്നു. ആ പുള്ളിക്കാരത്തേക്ക് ഞാൻ ജോലിക്ക് കയറുന്ന സമയത്ത് റെഫറൻസ് ചോദിച്ചിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരുപാട് ഞാൻ പുള്ളിക്കാരത്തേക്ക് മെയിൽ അയച്ചു. ഞാൻ ലിങ്ക്ഡിൻ വഴി അവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുടെ അടുത്ത്, ആ കോഴ്സ് പഠിക്കുന്ന പിള്ളേരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചു, ഈ പ്രൊഫസർ ഇപ്പോഴും അവിടെ ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞ ആളവിടെ ഉണ്ട്. കാരണം ഞാൻ അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നോക്കിയിട്ട് ആളുടെ പേര് കണ്ടിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയാവോന്ന്. പക്ഷേ ആളവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഒരു വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഡെയിലി ബ്ലെസ്സിങ് കാണുന്ന സമയത്ത് ജോസഫ് അച്ഛൻ വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ പെൻഡിങ് ആയിട്ട് കിടക്കണ എല്ലാ ഫയലുകളും ഇന്നത്തോടെ റെഡിയായി കിട്ടും എന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അത് എന്നെയാണ് പറയണേ എന്ന്. അതേപോലെ ഞാനപ്പോൾ അന്ന് രാവിലെ മൊത്തം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ ഓരോ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അന്ന് 5 മണിക്കുള്ളിൽ വന്നില്ല. 5 മണി കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി, എൻ്റെ ഫോണിൽ നെറ്റ് ഓണാക്കി കഴിഞ്ഞപ്പോൾ ഈ പ്രൊഫസർ എനിക്ക് മെയിൽ അയച്ചേക്കാണ്, അലിനെ ഒന്ന് ടീംസിൽ വരാൻ പറ്റുമോ, ആൾക്കൊന്ന് വെരിഫൈ ചെയ്യണം, ഞാനിപ്പോഴും UK തന്നെ ഉണ്ടോ എന്ന്. പഠിച്ചു കഴിഞ്ഞിട്ട് 1.5 വർഷത്തിനടുത്ത് ആവാറായി. അപ്പോൾ ഇപ്പോഴും ഞാൻ UK തന്നെ ഉണ്ടോ, ആൾക്ക് റെഫറൻസ് തരാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ടീംസിൽ വന്നു, ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു അലിൻ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, കാരണം ഇത് അലിന് കിട്ടില്ല എന്ന് വെച്ചിട്ടാണ് ആൾ ഇത്രയും നാളത് തരാണ്ടിരുന്നേ, അലിൻ്റെ പൈസയും സമയവും കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ആൾ റെഫറൻസ് കൊടുക്കാണ്ടിരുന്നേ, അലിന് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് റെഫറൻസ് കിട്ടുകയാണെങ്കിൽ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മാഡം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ആണോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വെള്ളിയാഴ്ച അപ്പം തന്നെ അവർ എനിക്ക് റെഫറൻസ് അയച്ചു. ഞാൻ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ എനിക്ക് പേയ്മെൻറ്റിനുള്ള ലിങ്ക് വന്നു, ഞാൻ പേയ്മെൻറ്റ് ചെയ്തു. അന്ന് തന്നെ ചൊവ്വാഴ്ച രാവിലെ ഞാൻ എണീക്കുമ്പോൾ എനിക്ക് രജിസ്ട്രേഷൻ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 14-ാം തീയതി ആയപ്പോഴേക്കും രജിസ്ട്രേഷൻ നമ്പർ അവർ HCPCയുടെ ഫുൾ മെയിൽ എന്നെ അവരുടെ രജിസ്ട്രേഷനിൽ ആഡ് ചെയ്തതായിട്ട് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ആ നാട്ടിൽ UK കണ്ടിന്യൂ ചെയ്യാനായിരുന്നു താല്പര്യം. അതുകൊണ്ട് ഞാനൊരു സ്പോൺസർഷിപ്പ് വിസയുള്ളൊരു ജോലി നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഈ ജോലി കിട്ടുകയാണെങ്കിൽ എനിക്ക് സ്പോൺസർഷിപ്പ് എന്തായാലും കിട്ടുമെന്നും എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എനിക്ക് എക്സ്പീരിയൻസും വളരെ കുറവായതുകൊണ്ട് ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞു തരാൻ പറ്റില്ല, അവർക്ക് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസെങ്കിലും ഉള്ള ആളെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് പോയോടത്ത് എനിക്കൊന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല എൻ്റെ ഇൻ്റർവ്യൂവിൽ. കാരണം അവർ ചോദിക്കണ ഒരു കാര്യം എനിക്കറിയില്ലായിരുന്നു. അത്രയും മോശമായിട്ടാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അവിടെ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്, കാരണം എനിക്കൊന്നും പറയാനുണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാനപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും
പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടാകും. ഞാനപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഒന്നും കൂടി ഉടമ്പടി പുതുക്കി. കാരണം ഞാൻ പോയിട്ട് 1.5 വർഷമായി, പിന്നെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ഒന്നും കൂടെ പുതുക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡേറ്റ് ബുക്ക് ചെയ്തു. സെപ്റ്റംബർ 11 വൈകിട്ട് 5:30 ഫ്ലൈറ്റിന് ഞാൻ ബുക്ക് ചെയ്തു. ഇവിടെ വന്ന് അപ്പം ഞാൻ ഓൾറെഡി നേർന്നുണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ ആദ്യം ഞാൻ കൃപാസനത്തിൽ വന്ന് നന്ദി, എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയതിൻ്റെ നന്ദി പറഞ്ഞിട്ടേ ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ പോവുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ ഓഗസ്റ്റിൽ ഞാൻ എൻ്റെ ടിക്കറ്റ് എടുത്തു. ഞാൻ സെപ്റ്റംബർ 1 മുതൽ ആനുവൽ ലീവിലാണ് ജോലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ സെപ്റ്റംബർ 3 കുറേ ജോലി അപ്ലൈ ചെയ്തു. അതിൽ 3 അപ്ലൈ ചെയ്തതിൽ ഒരു ജോലിക്ക് എന്നെ സെപ്റ്റംബർ 4 എന്നെ ഇൻ്റർവ്യൂ കോളിന് വിളിച്ചു. അതെന്ന് പറയുന്നത് ഞാൻ ഇത്രയും നാൾ അപ്ലൈ ചെയ്തതിൽ ഏറ്റവും നല്ല ജോലി എന്ന് പറയാം. കാരണം ഏറ്റവും കൂടുതൽ സാലറി പാക്കേജുള്ള ജോലി. ഇത്രയും നാൾ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏറ്റവും സാലറി കുറവും എൻട്രി ലെവൽ ജോലികളാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇതിലവർ ചോദിച്ചേക്കണം, ഒന്നാമത്തെ കാര്യം ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അവർക്ക് മിനിമം 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെയും അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ മാത്രമാണ് അവർക്ക് വേണ്ടത്. അതിന് ഞാൻ വെറുതെ കിട്ടില്ല എന്നറിയാം, പക്ഷേ എൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ ചുമ്മാ അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ആ ജോലിക്ക് തന്നെ അവർ ഇൻ്റർവ്യൂ കോളിന് വിളിച്ചു. അതിന് മുമ്പ് ഒരിതുണ്ടായിരുന്നു, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് അവരെന്നെ റിജക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തായതുകൊണ്ടും എനിക്ക് പോകാൻ എളുപ്പമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഒരു ദിവസം എൻ്റെ ലഞ്ച് ബ്രേക്ക് വന്നപ്പോൾ ഞാൻ ഉപ്പ് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ അവിടേക്ക് ഡയറക്റ്റ് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടുണ്ടായില്ലേ, ഞാൻ ചോദിച്ചു എനിക്ക് ഇങ്ങനെ തിയേറ്റർ മാനേജറെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കാണാൻ പറ്റില്ല, ഇവിടെ തിരക്കാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്, എനിക്ക് കുറച്ച് നേരത്തിനുള്ളിൽ ആരെങ്കിലും കാണാൻ പറ്റുമോ, എനിക്ക് തിരിച്ച് വർക്കിന് കയറണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം എത്തിച്ചു. എൻ്റെ എൻ്റെ കയ്യിൽ എപ്പോഴും ഞാൻ എവിടെ പോകുകയാണെങ്കിലും ഒരു നുള്ളുപ്പ് എൻ്റെ കയ്യിൽ എപ്പോഴും ഞാൻ എടുത്ത് പിടിക്കും. അതിങ്ങനെ വേർത്ത് നനഞ്ഞിട്ടൊക്കെ ഉണ്ടാവും, എന്നാലും അത് ഞാൻ ഇങ്ങനെ കയ്യിലെടുത്ത് പിടിക്കും. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു 20 മിനിറ്റിൻ്റെ അടുത്ത് ഞാൻ വെയിറ്റ് ചെയ്തു. തിയേറ്റർ മാനേജർ, ഡെപ്യൂട്ടി അസിസ്റ്റൻറ്റ് തിയേറ്റർ മാനേജർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചത് അവരെന്നെ ഓൾറെഡി റിജക്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ പൊസിഷൻസ് ഒന്നും ഓപ്പണിംഗ് ഉണ്ടായില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ അങ്ങനെ ആരും ഇങ്ങനെയൊന്നും വന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് ഞാനിവിടെ വന്ന് പൈസ ഇല്ലാണ്ട് വെറുതെ കണ്ട് പഠിച്ചോട്ടെ, എനിക്ക് വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അവർക്കറിയില്ല, ഇവിടെ ആരും അങ്ങനെ വന്ന് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല, ഞാൻ അലിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതേപോലെ എൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ഞാൻ പോന്നു. പക്ഷെ ആരും എന്നെ വിളിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ജോലി അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ പോയി സംസാരിച്ച പുള്ളിക്കാരിയും അവരുടെ മാനേജറുമാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനിരുന്നിരുന്നത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത്രയും നാൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഡ്രസ്സിൻ്റെ എവിടെയെങ്കിലുമൊക്കെ കാശുരൂപം കുത്തി വയ്ക്കും, ഞാൻ കയ്യിൽ ഉപ്പിത്തിരി പിടിക്കും, എന്നിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ ഉപ്പിടും. പോണതിന് മുമ്പ് ഞാൻ അവിടെ പേരും എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോണവരുടെ പേരും സ്ഥലവും അവരുടെ മെയിൽ ID ഫോൺ നമ്പർ എല്ലാം ഒരു പേപ്പറിൽ എഴുതി എനിക്ക് എന്ന് മുതലാണ് ആ കോള് വന്നത് ഇൻ്റർവ്യൂവിൻ്റെ അന്ന് വരെ ഞാനത് തൈലം തേച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അത് അത്രയും നാൾ ഞാൻ ചെയ്തിരുന്നു. അന്ന് ഞാൻ പോയപ്പോൾ ഞാനൊരു സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു, കാശുരൂപം കഴുത്തിലിടുമ്പോൾ ആഭരണവും കയ്യിൽ പിടിച്ചത് ആയുധമാണെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അന്നത്തെ ദിവസം അത് 12-ാം തീയതി ആയിരുന്നു. അപ്പം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റ് 12-ാം തീയതി വൈകിട്ട് 5:30 മാറ്റിയായിരുന്നു. ഇൻ്റർവ്യൂ വന്നത് എനിക്ക് 12-ാം തീയതി രാവിലെ 11 മണിക്കായിരുന്നു. അപ്പം ഞാനതന്നെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നു. അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നോട് സംസാരിച്ചത്. പക്ഷേ അവരത് കഴിഞ്ഞ് ചോദിച്ച ഒരു ചോദ്യത്തിനും എനിക്ക് ഉത്തരം പറയാനുണ്ടായില്ല. അവർക്ക് മനസ്സിലായി തുടക്കം കേട്ടപ്പോൾ തന്നെ എനിക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല. അവരെന്നോട് 2-3 നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില റൂൾസ് ഉണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ, അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ എനിക്ക് അതിനെപ്പറ്റി പോലും അറിയില്ലായിരുന്നു. പക്ഷെ അവർ വളരെ കൂളായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി, ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്നോട് ചോദിച്ചു, നീ എന്താ നീ OT-യിൽ കയറുമ്പോൾ നീ എന്താ ചെയ്യാറ്, തുടക്കം മുതൽ പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും പറയാണ്ടായില്ല, ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിപ്പോയി. ഞാൻ ഈ കാശുരൂപം ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ പറഞ്ഞായോ, എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അത്രയും വിഷമത്തോടെ ഞാനവിടെ ഇരുന്നേ. അങ്ങനെ ഞാൻ ഇരുന്ന് അത്രയും മുറുകെ പിടിച്ചു. എന്നിട്ട് ഞാൻ അവിടെ കരഞ്ഞൊന്നുമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അറിയില്ലെങ്കിൽ നിനക്ക്
എന്താ പറ്റി, നീ കൺഫ്യൂസ്ഡ് ആയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി, എനിക്കൊന്നും പറയാൻ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇൻ്റർവ്യൂ പോയി. കാരണം അവരെല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും, നമ്മളെ ഒന്നും പെട്ടെന്നൊന്ന് ടെൻഷൻ ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇൻ്റർവ്യൂ പോയി, ഇതിപ്പോൾ ഒന്നും കിട്ടാൻ പോണില്ല, ഇനിയിപ്പോൾ നാട്ടിൽ പോയി അച്ഛനെ കണ്ട്. അപ്പം ഞാൻ എല്ലാം എടുത്തു. എനിക്കിനി 6 മാസം കൂടി ആ നാട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ, എൻ്റെ ഗ്രാജുവേറ്റ് വിസ തീരാനായിട്ട്. അതിനുള്ളിൽ എനിക്ക് പോരണം, അതിനുള്ളിൽ എൻ്റെ വിസ തീരാൻ, അതിനുള്ളിൽ എനിക്കൊരു ജോലി കണ്ടുപിടിക്കണം. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, അപ്പോൾ എനിക്ക് ഡിപ്പെൻഡിനെ നിർത്താൻ പറ്റുന്ന സാലറി ക്രൈറ്റീരിയയിലുള്ളൊരു ജോലി ആവണം. അങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, സഞ്ചാരി മാതാവേ, എനിക്കറിയാം എൻ്റെ കഴിവുകൊണ്ട് ഒന്നും നടക്കില്ല, നീ തന്നെ ഇറങ്ങി വന്ന് എന്നെ സഹായിക്കണം എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഞാൻ അവിടെ ഓൾറെഡി ഉപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങണ നേരത്തെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി അവർക്ക് 17-ാം തീയതി വരെ ഇൻ്റർവ്യൂസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ അലീനെ എന്തെങ്കിലും അറിയിക്കാൻ പറ്റുള്ളൂ, 17-ാം തീയതിയാണ് അറിയിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി മതി. അപ്പം ഞാൻ 12-ാം തീയതി വൈകിട്ട് ഇങ്ങോട്ട് പോരുകയാണ്, പിന്നെ ശനി ഞായറുമാണ്. പിന്നെ അപ്പോൾ ഞാൻ 17-ാം തീയതിയാണ് പ്രതീക്ഷിക്കുന്നുള്ളൂ, നാളെയാണ് ഞാൻ എൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ പോരുന്ന വഴിക്ക് വരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ എല്ലാവരും വിളിച്ച് പറഞ്ഞു കിട്ടില്ല, കാരണം മോശമായിരുന്നു, എനിക്കൊന്നും പറയാണ്ടായില്ല. അവർ ചോദിച്ച ബേസിക് റൂൾസ് പോലും എനിക്ക് പറയാൻ അറിയില്ല. അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടാൻ പോണില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കാറിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മെയിൽ വന്നു. ഞാൻ 2 ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണമായിരുന്നു. അതിൽ ഞാൻ പാസ്പോർട്ട് മാത്രമേ അവർക്ക് കൊടുത്തുള്ളൂ, പ്രൂഫ് ഓഫ് അഡ്രസ്സ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ എന്തെങ്കിലും, അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെനിക്ക് മെയിൽ അയച്ചു, നീ നന്നായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, നിൻ്റെ പ്രൂഫ് ഓഫ് അഡ്രസ്സ് വേണം, അവർക്ക് അയക്കാനാണ്. അവർ HR-ലേക്ക് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് അയച്ചു, നന്നായിട്ട് ഞാൻ ചെയ്തു എന്ന്. എന്നിട്ട് അവർ HR നിന്നെ കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, കാരണം ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ എനിക്കറിയാം മാതാവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇതൊരു പോസിറ്റീവ് സൈനാണ്, പക്ഷേ 100% വിശ്വസിക്കാറായിട്ടില്ല. ഞാൻ പിന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു എനിക്ക് സ്പോൺസർഷിപ്പ് വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം, 17-ാം തീയതി എന്തായാലും അറിയുമല്ലോ, ഇനിയിപ്പോൾ 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഞങ്ങളുടെ 20 മണിക്കൂറിൻ്റെ ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച കയറി ശനിയാഴ്ച വൈകിട്ടാണ് ഇവിടെ എത്തിയത് 6:30-ക്ക്. ഞാൻ നേർന്ന പോലെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് കൃപാസനത്തിലേക്ക് വന്നു. ഇവിടെ എത്തിയപ്പോൾ ഒരു 10-11 മണി ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് തുറന്ന് ഫ്രണ്ടിലുള്ള മാതാവിൻ്റെ അവിടെ വരെ പോയി മാതാവിനെ കണ്ട് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയതിന് നന്ദി പറയാൻ പറ്റി. അപ്പോൾ ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു, എനിക്കിങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. ഞാൻ അന്ന് പോയപ്പോൾ എൻ്റെ ഫോൺ ഇങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ട്, എനിക്കറിയില്ല ഇത് കിട്ടുമെന്ന്, എൻ്റെ കഴിവുകൊണ്ട് എന്തായാലും എനിക്ക് കിട്ടാൻ പോകില്ല, നിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് എന്തായാലും കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് പോന്നു. അത് കഴിഞ്ഞ് ശനിയും ഞായറും കഴിഞ്ഞു. തിങ്കളാഴ്ച ഇപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇവരെന്താ പറയണേ, HR വിളിക്കുന്നല്ലേ പറഞ്ഞേക്കണേ. എനിക്ക് രാവിലെ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഉച്ചയ്ക്ക് 3:26 ഇന്നലെ ഉച്ചയ്ക്ക് 3:26 അവരെനിക്ക് മെയിൽ അയച്ചു, അവരെനിക്ക് ജോലി തരാൻ തയ്യാറാണെന്ന്. ഒരു കഴിവില്ലാത്ത തന്നെ അവരെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഇന്നലെ തന്നെ അവർ കുറേ ഡോക്യുമെൻറ്റ്സൊക്കെ അയക്കാൻ പറഞ്ഞു, അതൊക്കെ അയച്ചു. അങ്ങനെ ഇന്ന് ഞാനിവിടെ അച്ഛനെ കണ്ട് സാക്ഷ്യം പറയാൻ വന്ന് ഇന്ന് ഞാനിവിടെ നിൽക്കുന്ന ആൾക്കാരിൽ എനിക്ക് ജോലി കിട്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈ വരുന്ന തിങ്കളാഴ്ച തിരിച്ചു പോവും ബാക്കി പ്രൊസീഡിങ്സൊക്കെ ചെയ്യാനായിട്ട്. എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ഇനിയുള്ള പ്രോസസ്സും ഒരു തടസ്സമില്ലാണ്ട് നടന്നു കിട്ടുമെന്നുള്ളത്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് എനിക്ക് ഫസ്റ്റ് NHS-ൽ ജോലി കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ മുഴുവൻ സാലറിയും ഞാൻ ദശാംശമായിട്ട് കൊടുക്കാമെന്ന് നേർന്നുണ്ടായിരുന്നു. അതേപോലെ ഞാൻ മുഴുവൻ സാലറിയും 4 മാസമായിട്ട് എനിക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റിയില്ല, 4 മാസമായിട്ട് ഞാൻ എൻ്റെ മുഴുവൻ സാലറിയും കൊടുത്തു. അതുമല്ലാണ്ട് എല്ലാ മാസവും ഞാൻ ഒരു നിശ്ചിത എമൗണ്ട് ഞാൻ ദശാംശമായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പത്രപ്രവർത്തനം ഞാനിങ്ങനെ പാർക്കിലുകളിൽ കൊടുക്കും, ചിലരൊക്കെ മേടിക്കും, ചിലരൊന്നും മേടിക്കില്ല. പിന്നെ പള്ളികളിൽ കൊടുക്കും, സ്ഥിരം ഒരു പള്ളിയിലല്ല, ഞാൻ പല പള്ളികളിൽ പോയിട്ടാണ് കൊടുക്കാറ്. കാരണം ഞാൻ വർക്ക് ചെയ്യണതും വേറൊരു സ്ഥലത്താണ്. ഞാൻ ഇപ്പോൾ വീക്കെൻഡ്സിൽ വീട്ടിലേക്ക് വരുമ്പോൾ വീട് വേറെ സ്ഥലത്ത്, അപ്പം ഞാൻ അവിടെ അടുത്തുള്ള പള്ളികളിലൊക്കെ പോയിട്ടാണ് കൊടുക്കാറ്.
പിന്നെ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മാറി. പണ്ട് എനിക്ക് സഞ്ചാരി മാതാ കൃപാസനം എന്നുള്ള പേര് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പ്രാർത്ഥന എത്തിച്ചിട്ടുണ്ട്, പക്ഷെ അത് എന്താണെന്ന് അറിയാനോ അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. ഞാൻ 5:30 എണീറ്റ് എത്തിക്കേണ്ട ഒരു പ്രാർത്ഥന എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് എത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്താണെന്ന് മനസ്സിലാക്കി എത്തിക്കുന്നത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. പിന്നെ ഞാൻ 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട്, പ്രാർത്ഥന എത്തിക്കാറുണ്ട്. ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ അവിടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ പാരൻസിന് പൈസ കൊടുത്തിട്ട് ഇവിടെയും ചെയ്യാറുണ്ട്. എനിക്ക് ഈ ജോലി ലഭിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു.